എവരിവൺ പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാട് അല്ല, നമ്മൾക്ക് വേണ്ടി പാപമായിട്ട് തീർന്നു. ഒരൊറ്റ പാപം പോലും കമ്മിറ്റ് ചെയ്യാതെ, ഒരിക്കൽ പോലും ചെയ്യാതെ നമ്മൾക്ക് വേണ്ടി പാപമായിട്ട് തീർന്നു ക്രോസ് ഓഫ് കാൽവരിയിൽ അല്ലെ. അത്രയധികം അനുഭവിച്ചു കൂട്ടിയ ദൈവം, ക്രിയേറ്റർ ആയിട്ടുള്ള സൃഷ്ടാവായ ദൈവമാണ് യേശുക്രിസ്തു. അതൊന്നും അനുഭവിക്കേണ്ട കാര്യം യേശുവിന് ഉണ്ടായിരുന്നില്ല. കാരണം യേശു നമ്മൾ സൃഷ്ടിച്ച സമയത്ത് മോശമായിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളുടെ അനുസരണ കേട് കാരണം ഇങ്ങനെയൊക്കെ ആയി തീർന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഉപേക്ഷിച്ച് കളയാൻ വേണ്ടി താല്പര്യമില്ലാതെ നമ്മൾക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി പാപമായിട്ട് നമുക്ക് വേണ്ടി മരിച്ച ദൈവം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ദൈവം നമ്മളെ, ദൈവമാണ് ഫസ്റ്റിലെ സ്നേഹിച്ചത്, നമ്മളല്ല ദൈവത്തെ സ്നേഹിക്കുന്നത്. നമ്മൾ ഇന്നും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഡൗട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. ദൈവം സ്നേഹിക്കുന്നതിന്റെ 1% പോലും നമ്മളാരും ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുന്നത്. എന്നാലും നമ്മൾക്ക് വേണ്ടി നിൽക്കുന്ന ദൈവം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മളും ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ട കാര്യമില്ല അല്ലെ. ദൈവത്തിന്റെ യേശുവിന്റെ സഹനത്തില് കഷ്ടപ്പാടില് നമ്മളും പാത്രമായി തീരേണ്ടതല്ല, നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതല്ലേ അല്ലെ. അത് തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഗോസ്പലിലേക്കൊക്കെ നോക്കുമ്പോൾ യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ ഈ ലോകത്തിലെ മിനിസ്ട്രി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിന് ചുറ്റോടിയിട്ട്, യേശുവിന് ചുറ്റോടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ 5000 പേർക്ക് ഒരു സമയത്ത് പുരുഷന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതിനുശേഷം അതിന്റെ ഒപ്പം തന്നെ സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് പേര്, ചിലപ്പോൾ 10000 പേർക്ക്, അതിനേക്കാളും കൂടുതലുണ്ടായിരിക്കും, നമുക്കറിയത്തില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം 4000 പേർക്ക്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു യേശുവിന്റെ ചുറ്റോടി ചുറ്റും. പക്ഷെ നമുക്കറിയാം, ആ ക്രോസ് ഓഫ് കാൽവരിയിൽ യേശു മരിക്കുന്ന സമയത്ത് കൈവിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാരെ യേശുവിന്റെ ഒപ്പം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാല് യേശുവിന്റെ ഒപ്പം നിൽക്കാൻ അല്ലെ, ആ സഹനത്തില് കൂട്ടാളുകളായിട്ട് നിൽക്കാൻ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവത്തുള്ളൂ, അന്നും ഉള്ളൂ, ഇനി ഉണ്ടാവുള്ളൂ എന്ന് ചുരുക്കം. അപ്പൊ ദൈവം നമ്മളോട് പറയുന്നത്, നിങ്ങൾ വാ എൻ്റെ അടുത്തേക്ക്, എൻ്റെ പാട്ടായി, എൻ്റെ കുടുംബത്തിന്റെ പാട്ടായി അല്ലെ, എൻ്റെ മക്കളായി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഔട്ട്സൈഡ് ദ ക്യാമ്പിൽ അവനെ നമുക്ക് മീറ്റ് ചെയ്യാം അല്ലെ. പാളയത്തിന്റെ പുറത്ത് വന്നിട്ട് അല്ലെ, ഈ ലോകത്തിന്റെ പാട്ടാകാതെ അല്ലെ, പാളയത്തിന്റെ പുറത്തിറങ്ങിയിട്ട് ദൈവത്തിന്റെ പാട്ടാകാൻ നമുക്ക് ശ്രമിക്കാം. അതാണ് ദൈവം നമ്മൾക്ക് എബ്രായ ലേഖനം വഴി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെയും അങ്ങയുടെ കൂട്ടായി അങ്ങയുടെ കുടുംബത്തിന്റെ പാട്ടായിട്ട് നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ്, താങ്ക് യു സോ മച്ച് മാസ്റ്റർ. പാപങ്ങളും കുറ്റങ്ങളും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പോലും കർത്താവെ, ഫാദർ, ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളോട് പോർത്ത് അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ വാഷ് ചെയ്തുകൊണ്ട് കർത്താവെ, അങ്ങയുടെ കൂടെ ആക്കി നിർത്താനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹല്ലേലൂയ ഫാദർ. അങ്ങ് പരിശുദ്ധനായിരുന്നു, പരിശുദ്ധമായിട്ടുള്ള ജീവൻ നയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ ഫാദർ. ഞങ്ങൾ ഈ ലോകത്തിന്റെ പാട്ടാകാതിരിക്കട്ടെ, അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണം യേശുവിന്റെ നാമത്തിൽ. ഹോളി സ്പിരിറ്റ് ഗോഡിനോട് നന്ദി പറഞ്ഞു. പിതാവേ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 13ാമത്തെ ചാപ്റ്ററിൽ അത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 10 തൊട്ട് 14 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനത്തിന്റെ 13ാമത്തെ ചാപ്റ്ററിന്റെ 10 തൊട്ട് 14 വരെയുള്ള വാക്കുകൾ. എബ്രായ ലേഖനം എഴുതിയത് പോളാന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് വിചാരിക്കുന്നു. പലർക്കും പല അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് പോൾ എഴുതി തന്നെയാണ്, പോളിന്റെ ലേഖനം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൻ്റെ അകത്ത് ഒരുപാട് എന്താ പറയാ, ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ കാര്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്താ പറയാ, ടാബർനാക്കിളിന്റെ കാര്യങ്ങളെ പറ്റിയും അല്ലെ, ഹൈ പ്രീസ്റ്റ് ആയിരിക്കുന്ന യേശു മഹാപുരോഹിതനായിരിക്കുന്നതിനെ പറ്റി എല്ലാം പറയുന്നുണ്ട്. അതപ്പോ നമുക്കറിയാം, പോള് ഒരു ഫാരിസി ആയിരുന്നല്ലോ അല്ലെ. അപ്പൊ ഫാരിസി ലോ എല്ലാം നന്നായിട്ട് പഠിച്ചത്, ന്യായപ്രമാണം എല്ലാം നന്നായിട്ട് അറിവുള്ള വ്യക്തിയായിരുന്നല്ലോ പോൾ. അപ്പൊ പോള് എഴുതുമ്പോ അങ്ങനെ ഒരു അപ്പൊ ഇത് ലേഖനം എഴുതി നമുക്ക് കാണാൻ പറ്റും, എഴുതിയ ആരായാലും ആ ആൾക്ക് ന്യായപ്രമാണത്തിലൊക്കെ വളരെയധികം എന്താ പ്രാവീണ്യമുള്ള, വളരെ ഡീപ്പായിട്ട് അറിവുള്ള ഒരാളാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഞാൻ വിചാരിക്കുന്നു പോളാണ് എഴുതിയെന്നുള്ളത്, എന്റെ ശൈലിയെ കാണുമ്പോൾ. ഇപ്പൊ നമുക്ക് എബ്രായ ലേഖനത്തിന്റെ 13ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 10 തൊട്ട് 14 വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാവപരിഹാരമായി രക്തം ശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു.
അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ദ ചുവന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു എന്താ പറയുക നഗരമില്ല. ഈ ലോകത്തിന്റെ പാട്ടല്ല നമ്മൾ, ഈ ലോകത്ത് പെടുന്ന ആൾക്കാരല്ല. ഇവിടെ നമുക്കൊരു അവകാശവുമില്ല, നമുക്കിവിടെ അവകാശത്തിന്റെ ആവശ്യവുമില്ല. കാര്യം ഈ ലോകം, ഈ ഭൂമിയും ഈ ആകാശവും എല്ലാം പോകുന്നത് അല്ലെ. നമുക്കറിയാം ആ വെള്ള സിംഹാസനത്തിന് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിന് മുമ്പിൽ എല്ലാവരും വന്ന് നിൽക്കുമ്പോ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റാതെ ഈ ആകാശ ഭൂമിയിലൊക്കെ ഒളിച്ചു ഓടുക തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അല്ലെ. ഇതൊന്നും പെർമനന്റ് അല്ല, ഇതൊന്നും സ്ഥിരമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഇതിന്റെ ഒന്നും പാട്ടെടുത്ത് നമുക്ക് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല അല്ലെ. അത് എബ്രഹാമിന് മനസ്സിലായി. എബ്രഹാം നമുക്ക് എബ്രാഹിം ലേഖത്തെ 11ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കാണുന്നില്ല, എബ്രഹാമിന് മനസ്സിലായിട്ട് എബ്രഹാം ഒരു ഫൗണ്ടേഷനുള്ള ഒരു അടിസ്ഥാനമുള്ള ഒരു നഗരത്തിന് വേണ്ടി കാത്തിരുന്നു അല്ലെ. ആ നഗരത്തെ കെട്ടിപ്പടുത്തിരിക്കുന്ന, അതിന് ഡിസൈൻ കൊടുത്തിരിക്കുന്ന ദൈവമാണ്. ആ ഒരു നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പൊ അതുപോലെ എന്താ പറയുക, വിശ്വാസവീരമായവരുടെ ദൈവമാണെന്ന് പറയാൻ ദൈവത്തിന് യാതൊരു വിധത്തിലുള്ള നാണക്കേടും ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം പറഞ്ഞത് സ്വീകരിക്കാനും അതുപോലെ ജീവിക്കാനുമുള്ള ആ ഒരു എന്താ പറയുക ഒരു വാഞ്ച അല്ല, ആ ഒരു ഇഷ്ടം, അതൊക്കെ വളരെ അധികമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ എന്താ പറയുന്നത്, ദൈവത്തിന് കൂടെ അവരും ഉള്ളത് ദൈവത്തിന് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ പറ്റിയും ലജ്ജയില്ലാതെ ദൈവത്തിന് പറയാനുള്ള ഇടം നമ്മളായിട്ട് കൊടുക്കണം അല്ലെ. അതിന് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ദൈവം ഇവിടെ പറയുവാണ്, നിങ്ങള് പാളയത്തിന് പുറത്ത് ഇറങ്ങിയിട്ട് എന്നിലേക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ 10ാമത്തെ വാക്കും 10ഉം 11ാമത്തെ വാക്കും പറയുമ്പോൾ ന്യായപ്രമാണത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നത്, അത് പുരോഹിതന്മാർക്ക് അല്ലെ. അപ്പോൾ അന്ന് നമുക്കറിയാം പുരോഹിതന്മാർക്ക് നമ്മളിപ്പോ എന്താ പറയുക ലേവ്യ പുസ്തകമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവം എക്സോഡസ് അല്ലെ, പുറപ്പാട് പുസ്തകം, ലേവ്യൊക്കെ പുസ്തകമൊക്കെ നമ്മളെടുത്ത് വായിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് ന്യായപ്രമാണങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. പാവത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് പുരോഹിതന്മാർക്ക് കൂടാരത്തിൽ എന്താ പറയുക ശുശ്രൂഷിക്കുന്നവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് അവര് ദൈവത്തിന്റെ പാട്ടായതുകൊണ്ട് അവരിവിടെ കൊണ്ടുവരുന്ന മറ്റുള്ള മനുഷ്യർ പുറത്തുനിന്നുള്ളവര് ഇസ്രായേൽ മക്കൾ തന്നെ കൊണ്ടുവരുന്ന ഭക്ഷണം അല്ലെ, സാധനങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ കൊണ്ടുവരുന്ന അതിന് തന്നെ ഭക്ഷണം ഇവർക്ക് കിട്ടുന്നു അല്ലെ. അപ്പൊ ദൈവമാണ് അവരുടെ അവകാശം. പുരോഹിതന്മാരുടെ ലേവി ഗോത്രത്തിൽപ്പെട്ടവരുടെ അവകാശം ദൈവമാണ്. അപ്പൊ അവർക്കുള്ള കാര്യങ്ങളെല്ലാം ഇസ്രായേൽ മക്കൾ തന്നെയാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം. അപ്പൊ നമുക്കറിയാം ഏതൊരു സാക്രിഫൈസ് എടുത്ത് എന്താ പറയുന്നത് സിൻ ഓഫറിങ്, പാപത്തിന് വേണ്ടിയുള്ള പരിഹാരത്തിന് വേണ്ടിയുള്ള സാക്രിഫൈസ് അല്ലാതെ വേറെ ഏത് സാക്രിഫൈസ് എടുത്തു നോക്കിയാലും അത് കഴിക്കാനുള്ള അവകാശം ഇവർക്കുണ്ട്. പക്ഷേ സിൻ ഓഫറിങ് എന്ന് വെച്ചാല് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്യുന്ന ആ സാക്രിഫൈസ് എന്ന് ഇവര് കഴിക്കരുതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അൺക്ലീൻ ആണ്, അത് പരിശുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ്, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാവപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു അല്ലെ. അപ്പൊ പാപം ഒരു ആനിമലിനെ, മൃഗത്തെ എടുത്തിട്ട് അതിന്റെ തലയിലേക്ക് കൈവച്ചിട്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ പുരോഹിതൻ എന്താ പറയുന്നത് ഇസ്രായേൽ ചെയ്ത പാവമൂത്ത അതിന്റെ ആ ആനിമലിന്റെ തലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനെ കൊന്നിട്ട് അതിന്റെ രക്തം ദൈവത്തിന്റെ എന്താ പറയുക ആ വേലിന്റെ എന്താ പറയുക കട്ടിന്റെ മുമ്പിൽ കൊണ്ട് 7 പ്രാവശ്യം തളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞുള്ള അതിന്റെ ആ ശരീരം അല്ലെ, ആനിമലിന്റെ ശരീരം പുറത്ത് കൊണ്ട് എന്താ പറയുക ക്യാമ്പിന്റെ പുറത്ത് കത്തിച്ചു കളയണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ക്യാമ്പിന്റെ പുറത്ത് കത്തിച്ചു കളയണം എന്നൊക്കെ പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഇനി ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു കാര്യത്തെ പറ്റിയാണ് ദൈവം പറയുന്നത് അല്ലെ. നമുക്കറിയാം ലോ എന്നുള്ളത് ദൈവം നമ്മൾക്ക് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്നത് അത് ഷാഡോയാണ്, നിഴലാണ്, വരാനിരുന്ന കാര്യത്തിന് നിഴലാണ്. അപ്പൊ ദൈവം എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഞാൻ എൻ്റെ മകനെ സാക്രിഫൈസ് ചെയ്യാൻ പോവാണ് അല്ലെ. ലോ കൊണ്ട് ഒരു വ്യക്തികൾ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല അല്ലെ. ലോയിലെ കാര്യങ്ങൾ 1000 ആടിനെ അർത്ഥം പറഞ്ഞാലും അതിനെ സാക്രിഫൈസും ചെയ്തെന്ന് പറഞ്ഞാല് 1000 കാളക്കുറ്റന്മാരെ കൊന്നെന്ന് പറഞ്ഞാല് ഒരു വ്യക്തികൾ പോലും ലോ കൊണ്ട് ഇത് ന്യായപ്രമാണം കൊണ്ട് രക്ഷിക്കപ്പെടത്തില്ല. അവരുടെ പാപത്തിന് പരിഹാരമല്ല ന്യായപ്രമാണം.
അല്ലെ? അത് എന്നുള്ള കാര്യം ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവം എന്തിനാണ് പിന്നെ ന്യായപ്രമാണം കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ന്യായപ്രമാണത്തിൽ ഇപ്പൊ റോമകത്ത് ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ന്യായപ്രമാണം കൊടുക്കുന്നത് കൊണ്ട്, ന്യായപ്രമാണം വഴി മനുഷ്യർക്ക് തങ്ങളുടെ ഉള്ളിലുള്ള പാപത്തിന്റെ നേച്ചറിനെ പറ്റി അവർക്ക് മനസ്സിലാക്കാനാണ്. പാപികളാണ് തങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ദൈവത്തിലേക്ക് നോക്കിയേ പറ്റത്തുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രമാണ്. ദൈവമാണ് പാപത്തിനുള്ള പരിഹാരം, അല്ലാത്ത കൊന്നുകൂട്ടുന്ന എന്താ മൃഗങ്ങളല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം അത് കൊടുത്തിരുന്നത്, അല്ലെ? പാപത്തെ വെളിപ്പെടുത്താൻ വേണ്ടി, അവര് പാപമുള്ള സ്വഭാവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ഒരു സേവ്യറിന്റെ ആവശ്യമുണ്ട്, ഒരു മെസ്സിയന്റെ ആവശ്യമുണ്ട്, അല്ലെ? എന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ന്യായപ്രമാണം കൊടുത്തിരുന്നത്. അപ്പൊ ദൈവം പറയുവാണ്, തന്റെ മകനെ ഞാൻ ഈ ലോകത്തിലേക്ക് വിടുന്നു. അങ്ങനെയാണ് 12ാമത്തെ വാക്ക് പറയുന്നത്. അങ്ങനെ യേശുക്രിസ്തു സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ദൈവം എന്തുകൊണ്ടാണ് നഗരവാതിലിന് പുറത്ത് എന്ന് വെച്ചാല് പാളയത്തിന് പുറത്ത്, അല്ലെ, എന്താ പറയുക, യേശുവിനെ സാക്രിഫൈസ് ചെയ്ത് യേശു ബലിയായി തീർന്നു നമുക്ക് വേണ്ടി. അപ്പോ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തും അശുദ്ധമായത് ക്യാമ്പിന്റെ പുറത്തായിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, പാപം ചെയ്യുമ്പോൾ, ഇപ്പൊ നേരത്തെ ലേവ്യ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞ് 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പാപം ചെയ്താൽ എന്താണ് അതിനുള്ള പരിഹാരം എന്നുള്ള കാര്യം. അപ്പൊ നമുക്കറിയാം, 2 രീതിയിൽ പാപം മനുഷ്യർ ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല്, അറിയാതെ ചെയ്തു പോകുന്ന പാപം, അതെന്ത് പാവമായിക്കോട്ടെ, അല്ലെ? അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങളാണെങ്കിൽ, കൊലപാതകം തന്നെ ആയിക്കോട്ടെ, അറിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വെച്ച് കൊലപാതകം നടന്നുപോയി. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മോസസ് ചെയ്ത പോലെയൊക്കെ, അല്ലെ? കൊല്ലണമെന്ന് ഓർത്തല്ല, പക്ഷെ അങ്ങനെ നടന്നുപോയി. അപ്പൊ അങ്ങനെയുള്ള പാപങ്ങള് അറിയാതെ അല്ലെങ്കിൽ നേരത്തെ പ്രീ മെഡിറ്റേറ്റ് ചെയ്യാതെ അങ്ങനെ കൊല്ലണം എന്ന് അല്ലെങ്കിൽ പാപം ചെയ്യണം എന്ന് തീരുമാനം എടുക്കാതെ അങ്ങനെ അറിയാതെ ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം ചെയ്തു പോകുന്ന പാപങ്ങളാണെങ്കിൽ അതിനുള്ള പരിഹാരമായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ആനിമലിനെ മൃഗങ്ങളെ സാക്രിഫൈസ് ചെയ്ത് കഴിയുമ്പോൾ ദൈവം അവരെ എന്താ പറയുക, അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ, അല്ലെ, പാപം ചെയ്തെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവർ ആ സാക്രിഫൈസ് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്നുവല്ലോ, എന്താ പറയാ, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം അവരോട് ക്ഷമിക്കുക തന്നെ ചെയ്യും, അല്ലെ? കാരണം അവര് എന്താ പറയുക, ഞങ്ങൾ ചെയ്ത തെറ്റെന്ന് അവർക്ക് കാര്യം പിടികിട്ടിയല്ലോ. അതുകൊണ്ട് പക്ഷെ ഇനി മനഃപൂർവ്വമാണ് പാപം ചെയ്തതെങ്കിൽ, പാപമാണ് ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ട് മനഃപൂർവ്വം ഇന്റൻഷനലി ചെയ്യുന്ന പാപമാണെങ്കിൽ അതിന് വേറെ പരിഹാരമൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാർ ക്ലീൻ അല്ല, അവര് ക്യാമ്പിന്റെ പുറത്തായിരിക്കും, അവരെ കല്ലെടുത്തെറിഞ്ഞു കൊല്ലണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇനി വേറെ ആൾക്കാര് ക്യാമ്പിന്റെ പുറത്താണെന്ന് ആയിരിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലെപ്രസി പോലുള്ള, കുഷ്ഠം പോലുള്ള അസുഖങ്ങൾ, അല്ലെ, ശരീരത്തിന് ത്വക്കിന് പുറത്തൊക്കെ വരുന്ന അസുഖങ്ങളുള്ള ആൾക്കാരോട് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞാൽ, അവര് പുറത്തായിരിക്കും, ക്യാമ്പിന്റെ പുറത്തായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ, അല്ലാതെ കരിയുന്നോടം വരെ ക്യാമ്പിന്റെ പുറത്തായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാലും, ഈ പാപം ചെയ്തവരാണെങ്കിലും ലെപ്രസി ഉള്ള, കുഷ്ഠമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും എന്താന്ന് വെച്ചാല് ക്യാമ്പിന്റെ പുറത്തായിരിക്കണം എന്ന് പറയുമ്പോ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ സമൂഹത്തിന് കൊള്ളാത്ത വ്യക്തികളാണ്. കുഷ്ഠം വന്നവര് സമൂഹത്തിന് കൊള്ളാത്തവരെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല്, അസുഖമായിരിക്കുമ്പോ കുഷ്ഠം പോലുള്ള അസുഖങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ രീതിയിലുള്ള ത്വക്കിന്റെ പുറത്ത് സ്കിന്ന് ആയിട്ടുള്ള ഡിസീസ് ആയിട്ടുള്ള ആൾക്കാര് അവര് ക്യാമ്പിന്റെ അകത്ത് കയറി കഴിഞ്ഞാല്, കൊള്ളാത്തവർ എന്ന ഉള്ള വാക്കല്ല അവർക്ക് വേണ്ടിയുള്ളത്. അവര് ക്യാമ്പിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും പകരാനുള്ള എന്താ പറയണേ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവര് ക്യാമ്പിന് പുറത്തായിരിക്കേണ്ട ആൾക്കാർ, അവര് അൺക്ലീൻ ആണ്, അവര് എന്താ പറയുക, വൃത്തി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അവർക്ക്, അവര് പുറത്തായിരുന്നേ പറ്റത്തുള്ളൂ, അല്ലെ? ഇനി എന്താ പറയണേ, വൃത്തികെട്ട രീതിയിൽ ജീവിച്ച്, എന്താ പറഞ്ഞ, വൃത്തികെട്ട മോശപ്പെട്ട രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് ദൈവത്തിനെതിരായിട്ട്, ഏത് പാപം ചെയ്ത് ദൈവത്തിനെതിരായിട്ടുള്ള, അപ്പൊ ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്ത വ്യക്തികൾ അവര് സമൂഹത്തിന് കൊള്ളരുതാത്ത ആൾക്കാരാണ്. അപ്പൊ അവര് കൊള്ളരുതാത്തവരായതുകൊണ്ട് അവർ ക്യാമ്പിന്റെ പുറത്തായിരിക്കണം, അല്ലെ, എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ക്യാമ്പിന്റെ പുറത്തായിരിക്കും എന്നുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ കണ്ണിന്റെ മുമ്പില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എന്താ പറയണ, പരിശുദ്ധ ഇല്ലാത്തവരാണ്, സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് പരിശുദ്ധ, അല്ലെങ്കിൽ ശരീരം കൊണ്ട് പരിശുദ്ധ ഇല്ലാതിരിക്കുന്ന ആൾക്കാര്, അൺക്ലീൻ ആയിരിക്കുന്ന ആൾക്കാര്, അത് ഒരുപാട് എന്താ പറഞ്ഞ മനുഷ്യന്റെ വാല്യൂ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. ഹ്യൂമിലിയേറ്റഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ, ഹംബിളിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, അല്ലെ? അത് ഒരുപാട് കഷ്ടമാണ്. ഒരു മനുഷ്യനെ ഒരുപാട് താഴ്ത്തി കളയുന്ന, മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി എല്ലാം താഴ്ത്തി കളയുന്ന ഒരു സിറ്റുവേഷൻ ആണ്.
അല്ലെ? അപ്പൊ അത് നല്ലതല്ല ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ? അപ്പൊ ക്ലീൻ പെടാത്ത ആൾക്കാർ ഇപ്പൊ എന്ന് വെച്ചാല് എന്താ പറയാ, ലെപ്രസി ഒക്കെ ഉള്ളവര് ലെപ്രസി കഴിഞ്ഞിട്ട് പിന്നെ ക്യാമ്പിലേക്ക് കയറി വരാ. ചില ആൾക്കാർ അവിടെയൊക്കെ വെച്ച് തന്നെ മരിച്ചു പോകുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് അല്ലെ? പക്ഷേ ഉം, പാപം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരെ കല്ലെടുത്തെറിഞ്ഞ് കൊല്ലാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ യേശുക്രിസ്തു അതുപോലെ നമ്മൾക്ക് വേണ്ടി നമ്മളുടെ പാപം മൊത്തം ദൈവം യേശുവിന്റെ തലയിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ അൺക്ലീൻ ആയി തീർന്നു അല്ലെ? സമൂഹത്തിന് ഉപകാരമില്ലാത്ത, സമൂഹത്തിൽ കയറ്റാൻ കൊള്ളാത്ത ഒരു വ്യക്തി പോലെ ആയിപ്പോയി. കാരണം വെച്ചാൽ നമ്മുടെ പാപം മൊത്തം അദ്ദേഹത്തിന്റെ തലയിൽ ആയതുകൊണ്ട് അല്ലെ? അതുകൊണ്ടാണ് യേശുവിനെ അല്ലെ ക്യാമ്പിന്റെ പുറത്ത് വെച്ച് ദൈവം ബലി കൊടുക്കുന്നതിന്റെ കാര്യം, ക്യാമ്പിന്റെ അകത്ത് നിൽക്കാൻ എന്താ പറയുക യോഗ്യത ഇല്ലാത്ത, കാരണം പാപം കൊണ്ട് എന്താ പറഞ്ഞ നിറഞ്ഞിരുന്നോണ്ട്, നമ്മുടെ പാപം മൊത്തം യേശുവിന്റെ തലയിൽ ആയിരുന്നത് കൊണ്ട്, യേശു ഒരിക്കൽ പോലും ഒരു പാപം ചെയ്യാതിരുന്നിട്ടും കൂടെ നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവരിയിൽ പാപമായി തീർന്നു. നമ്മൾ അനുഭവിക്കേണ്ടിയിരുന്ന ആ ഒരു നാണക്കേട് അല്ലെ? ഇപ്പൊ ക്യാമ്പിന്റെ പുറത്ത് പോവാന്ന് പറഞ്ഞാല്, ക്യാമ്പിന്റെ പുറത്തായി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഷെയിം ഉണ്ടാക്കുന്ന കാര്യമാണ്. മോസസിന്റെ സിസ്റ്റർ എന്താ പറയുക, മിറിയത്തിന്റെ ഹൃദയം മൊത്തം എന്താ പറയുന്നത്, ഒരു അഹങ്കാരമൊക്കെ കേറിയിട്ട് അല്ലെ? മോസസിന് കുറ്റം പറഞ്ഞപ്പോ എന്നാ പറഞ്ഞ, മോസസിനോട് മാത്രമുള്ള ദൈവം സംസാരിക്കത്തുള്ളൂ, നമ്മളോട് കൂടി സംസാരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു മോസസ് ഒരു എത്യോപ്യൻ സ്ത്രീ അല്ലെ കല്യാണം കഴിച്ചെന്നുള്ള അതിന്റെ ഒരു ഒരു ദേഷ്യത്തിലൊക്കെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ദൈവം എന്താ പറയണേ, മറിയത്തിനെ ലെപ്രസി കൊണ്ട് സ്ട്രൈക്ക് ചെയ്തിട്ട് 7 ദിവസം പുറത്ത് താമസിക്കട്ടെ എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു നാണക്കേടിന്റെ ഒരു സിറ്റുവേഷൻ ആണല്ലേ? അപ്പൊ ഒരുപാട് ഹമ്പിൾ ആക്കുന്ന ഒരു സിറ്റുവേഷൻ അത്. അപ്പൊ നമ്മുടെ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുപാട് ഹമ്പിൾ ആക്കപ്പെട്ട്, നമുക്ക് വേണ്ടി ഒരുപാട് എന്താ പറയുക, നമ്മൾ അനുഭവിക്കേണ്ട നാണക്കേട് മൊത്തം, നമ്മളുടെ എന്താ പറയാ വൃത്തിയില്ലാഴിക മൊത്തം, നമ്മുടെ അൺക്ലെൻസിനെസ് കംപ്ലീറ്റ് യേശുവിലായിരുന്നു അല്ലെ? നമ്മൾക്ക് വേണ്ടി, നമ്മളെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി യേശു നമ്മൾക്ക് വേണ്ടി അൺക്ലീൻ ആയി തീർന്നു അല്ലെ? നമ്മൾ അനുഭവിക്കേണ്ട ഹ്യൂമിലിറ്റി, നമ്മൾ അനുഭവിക്കേണ്ടിയിരുന്ന എന്താ പറയുക ആ ഷെയിം മൊത്തം യേശുവിന്റെ തലയിലായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടാവുക അല്ലെ? ആ സമയത്ത് എന്താ പറയുക, ക്രോസ് ഓഫ് കാൽവരി ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് എന്താണ്, നമ്മുടെ പാപം മൊത്തം ദൈവത്തിന്റെ തലയിലേക്ക് വെച്ച് കൊടുത്തു, യേശുവിന്റെ തലയിലേക്ക് വെച്ച് കൊടുത്തപ്പോ യേശുവിന്റെ ജീവൻ നമുക്ക് തരുവച്ചു അല്ലെ? എത്ര പരിശുദ്ധനായിട്ടുള്ള നമ്മുടെ ദൈവമാണെന്ന് വിചാരിച്ചു, എത്ര സ്നേഹമാണെന്ന് വിചാരിച്ചു നമുക്ക് നമ്മുടെ ദൈവത്തിൽ നമ്മളോട് ഉള്ളത് അല്ലെ? രണ്ടാമത്തെ കാര്യം, എന്തിനാണ് ദൈവം യേശുവിനെ ക്യാമ്പിന്റെ പുറത്ത് കൊന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ക്യാമ്പ് കാണിക്കുന്ന ഈ ലോകത്തെ ആണെങ്കിൽ അല്ലെ, ഇത് ക്യാമ്പ് എന്നുള്ളത്, പാളയം എന്നുള്ളത് ഈ ലോകത്തിന്റെ പാട്ടാണെങ്കിൽ, ദൈവം പറയുവാണ് ഈ ലോകത്തിന്റെ പാട്ടായി നിങ്ങൾ നിന്നുകൊണ്ട്, ലോകത്തില് ലോകത്തിന്റെ പാട്ടായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരമാകത്തില്ല. എന്ത് തരത്തിലുള്ള വർക്കായിക്കോട്ടെ, എന്ത് നീതിയിലും ന്യായത്തിലും ഉറച്ചു നിന്നുകൊണ്ടിരിക്കുന്ന വർക്കായിക്കോട്ടെ, ഒന്നും തന്നെ നിങ്ങളുടെ പാപത്തിന് പരിഹാരമല്ല. ഈ ലോകത്തിന്റെ പാട്ടായി ഇരിക്കാത്ത ഒരാള്, ഈ ലോകത്തിൽ ആരെങ്കിൽ പോലും ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിയും ഇല്ലാത്ത ഒരാള്, ഒരു പാപം പോലും ഒരിക്കൽ പോലും ചെയ്യാത്ത ഒരാള് അല്ലെ, പരിശുദ്ധമായ രക്തമുള്ള ഒരാള്, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി മരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഒരു ഔട്ട്സൈഡർ ആയിരിക്കണം അല്ലെ? ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ഔട്ട്സൈഡർ ആയിരിക്കണം. അപ്പൊ അത് കാണിക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് ദൈവം ഔട്ട്സൈഡർ യേശുക്രിസ്തുവിനെ എന്താ പറയുക ബലിയായി കൊടുത്തത് അല്ലെ? സ്വർഗത്തിൽ നിന്നൊരാൾ, ഒരു കുഞ്ഞാട്, അതാണ് യേശുക്രിസ്തു. നമ്മൾക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തു അല്ലെ? നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞെന്താന്ന് വെച്ചാല്, നിങ്ങളായിരിക്കുന്ന ക്യാമ്പിൽ ഈ ലോകത്തിന്റെ പിടിയിലാണെങ്കിൽ, നിങ്ങള് അൺക്ലീൻ ആയിക്കോട്ടെ, നിങ്ങൾ എന്റെ അടുത്തേക്ക് പോവാ. അവിടെ വന്നു കഴിയുമ്പോ എന്താ പറയാ, ക്രോസ് ഓഫ് കാൽവരിയിൽ വരുമ്പോ ഔട്ട്സൈഡ് ദ ക്യാമ്പ്, ഔട്ട്സൈഡ് ദ പാളയം അല്ലെ, പാളയത്തിന്റെ പുറത്ത് നിങ്ങൾ വന്നു കഴിയുമ്പോ, എന്നിലേക്ക് വന്ന് ക്രോസ് ഓഫ് കാൽവരിയിലേക്ക് വന്നു കഴിയുമ്പോ, നിങ്ങളുടെ ആ എന്താ പറയാ കൊള്ളാത്ത കാര്യങ്ങള്, അൺക്ലെൻസിനെസ് റൈറ്റ്, അൺക്ലീൻ ആയിരിക്കുന്ന കാര്യങ്ങള് അല്ലെ, നിങ്ങളുടെ ജീവിതം അത് എന്തുമായിക്കോട്ടെ, എത്ര ഫിൽത്തി ആയിക്കോട്ടെ, എത്ര തരത്തിലുള്ള പാപങ്ങൾ നിങ്ങൾ ചെയ്തവർ ആയിക്കോട്ടെ, എത്രമാത്രം ലോകത്തിന്റെ കണ്ണിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടാതിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ലോകത്തിന് മുമ്പിൽ ഒരു വാല്യൂ ഇല്ലാത്ത വ്യക്തികളായിക്കോട്ടെ, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്റെ അടുത്തേക്ക് വരുമോ, എന്താ ചെയ്യാൻ ഞാൻ പോകുന്നു വെച്ചാൽ എന്റെ ജീവനെ നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങളുടെ പാവത്തെ മൊത്തം ഞാൻ നേടും. അതാണ് യേശുക്രിസ്തു പറയുന്നത്. നമ്മള് ക്യാമ്പിന്റെ പുറത്തായിരിക്കണം അല്ലെ? നമ്മള് ക്യാമ്പിന്റെ പുറത്ത് വന്നേ പറ്റത്തുള്ളൂ, ഈ ലോകത്തിന്റെ പുറത്ത് വന്നേ പറ്റത്തുള്ളൂ. വേറൊരു കാര്യം ക്യാമ്പിനെ പറ്റി പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
ക്യാമ്പില് എന്താ പറയുന്നത്, ദൈവം മോസസ് വഴി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് ദൈവത്തിന്റെ ആൾക്കാരെയായിരുന്നു, അല്ലെ? ലോകത്തുള്ള ആൾക്കാരെ അല്ല കൊണ്ടുവന്നത്. അങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്കി. ദൈവം ക്യാമ്പിൽ കൊണ്ടുവന്നത്, ആ ക്യാമ്പ് അടിച്ചവിടെ എന്താ പറയാ താമസിപ്പിച്ച് ഇരുന്നത് ദൈവത്തിന്റെ മക്കളെയാണ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത്. പക്ഷെ എന്നിട്ടും കൂടെ ദൈവത്തിന്റെ മക്കളായിരുന്നിട്ടും കൂടെ, ദൈവത്തിന്റെ മക്കൾ എന്ന് പറയാൻ പറ്റാത്ത ദൈവം തെരഞ്ഞെടുത്ത ആൾക്കാർ, എബ്രഹാമിന്റെ ഫാമിലിയിൽപ്പെട്ടവര് അവരായിരുന്നു. എന്നിട്ടും കൂടെ അവര് പെരുമാറിയിരുന്ന, അവര് ബിഹേവ് ചെയ്തിരുന്നത് ലോകം എങ്ങനെ ചെയ്യുന്നു അതുപോലെയാണ്. ഏതു നേരത്തും കുറ്റം പറയുക, ഏതു നേരത്തും കംപ്ലൈന്റ് പറയുക, അല്ലെ? ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക, അനുസരണയില്ലാതെ പ്രവർത്തിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ എല്ലാവരും ചെയ്തിരുന്നത്, അല്ലെ? അപ്പം നമ്മൾ മോസസിന്റെ കാര്യം എടുക്കുമ്പോൾ ഒന്നൊന്ന് വിചാരിച്ചു നോക്കും. മോസസ് അവരുടെ ലീഡർ ആയിരുന്നു, ദൈവം ലീഡറാക്കി വെച്ച ഒരാളാണ്. പക്ഷെ മോസസ് യേശുവിനെ പോലെ ഒരു ഔട്ട്സൈഡർ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്യാമ്പിന്റെ പാർട്ടാകാൻ മോസസിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. മോസസ് തന്റെ കൂടാരം അടിച്ചത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാമ്പിന്റെ പുറത്തായിരുന്നു, അല്ലെ? അപ്പൊ ആ ക്യാമ്പിന്റെ പുറത്ത് കൂടാരം അടിച്ചിട്ട് മോസസ് തീരുമാനം എടുത്ത്, ഞാൻ ഇവരുടെ പാട്ടാകാൻ പോകുന്നില്ല, അല്ലെ? ഞാൻ ഇങ്ങനെ ഏത് നേരത്തും കുറ്റം പറയുന്ന, ഏത് നേരത്തും ബഹളം ഉണ്ടാക്കുന്ന, ഏത് നേരത്തും കംപ്ലൈന്റ് ചെയ്യുന്ന ആൾക്കാരുടെ പാട്ടാകാൻ ഞാൻ പോകുന്നില്ല. അപ്പൊ മോസസ് തന്റെ കൂടാരം, തന്റെ ടെന്റ് ക്യാമ്പിന്റെ പുറത്തടിച്ചു. അവിടെ ദൈവം മോസസുമായിട്ട് കൂടിക്കാണുമായിരുന്നു, അല്ലെ? മോസസിന്റെ സമാഗമന കൂടാരം പോലെ ദൈവം മോസസിനെ അവിടെ വെച്ച് കാണുമായിരുന്നു. മോസസിനോട് സംസാരിക്കുമായിരുന്നു, അവർ സംസാരിക്കുമായിരുന്നു, അല്ലെ? അപ്പോ ദൈവം പറഞ്ഞിരിക്കുന്നത്, അപ്പൊ മോസസിന് വേറൊരു കാര്യം നമ്മൾ വിചാരിക്കുകയാണ്, മോസ അല്ലെങ്കിൽ തന്നെ ഒരു ഔട്ട്സൈഡർ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്തിന്റെ പാട്ടാകാൻ ഒരിക്കലും താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. മോസസിനെ പറ്റി നമുക്കറിയാം, ഫറവോന്റെ മകളുടെ വളർത്തുപുത്രനായിരുന്നു മോസസ്. ഇഷ്ടം പോലെ പണം ഉണ്ടായിരുന്നില്ല ഫറവോക്ക്, അല്ലെ? കോടിക്കണക്കിന് വരുന്ന പണം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് തന്റെ ആൾക്കാരുടെ അടുത്തേക്ക് വന്ന മോസസ്, അല്ലെ? ദൈവത്തിന്റെ മക്കളുടെ പാട്ടാകാൻ വേണ്ടി, അവരുടെ കഷ്ടപ്പാടിൽ പാട്ടാകാൻ വേണ്ടി, യേശുവിന്റെ കഷ്ടപ്പാടിന്റെ പാട്ടാകാൻ വേണ്ടി താല്പര്യപ്പെട്ട ഒരു ആളാണ് മോസസ്. മോസസ് ക്യാമ്പിന്റെ പാട്ടാകാൻ താല്പര്യപ്പെട്ടില്ല. അപ്പൊ ദൈവം ഇന്ന് നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ക്യാമ്പിന്റെ പാട്ടാണെങ്കിൽ, നമ്മുടെ പാപം എന്നുള്ള ക്യാമ്പിന്റെ പാട്ടാണെങ്കിൽ, നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ മതം എന്നുള്ളതിന്റെ ക്യാമ്പിന്റെ പാട്ടാണെങ്കിൽ, അല്ലെ? നമ്മള് ആയിരിക്കുന്ന ചർച്ച് ദൈവത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ, ഏതെങ്കിലുമൊക്കെ ക്യാമ്പിന്റെ പാട്ടായിട്ട് നമ്മൾ നിൽക്കുവാണെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിലേക്ക് വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാമ്പിന്റെ പുറത്തായിരിക്കും അവിടെ ഒരു ഗ്രേറ്റ് എക്സ്ചേഞ്ച് നടക്കുക തന്നെ ചെയ്യും, അല്ലെ? മിറിയം ക്യാമ്പിന്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഹൃദയം മൊത്തം അഹങ്കാരം കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? വളരെയധികം അഹങ്കാരം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവര്. പക്ഷെ ക്യാമ്പിന്റെ പുറത്ത് ആയിരുന്ന സമയത്ത് തീർച്ചയായിട്ടും ദൈവത്തോട് അവര് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, തീർച്ചയായിട്ടും, അല്ലെ? അപ്പൊ ദൈവമേ, എന്റെ ഹൃദയം ഒന്ന് ശരിയാക്കി തരണേ, എന്റെ ശരീരത്തെ ശരിയാക്കുന്നതോടൊപ്പം തന്നെ എന്റെ ഹൃദയത്തെ ഒന്ന് ശരിയാക്കി തരണേ, ഞാൻ പാപിയാണെന്ന് ഒരുപക്ഷെ മിറിയം കരഞ്ഞപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് 7 ദിവസത്തിനുള്ളിൽ അവർ ശരീരം ക്ലെൻസ് ചെയ്യപ്പെട്ടപ്പോൾ, ശരീരത്തിന് സുഖം പ്രാപിച്ചപ്പോൾ തന്നെ അവർ മനസ്സിന് സുഖം പ്രാപിച്ചിട്ടുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് ദൈവം അവിടെ ഇടപെട്ടിട്ടുണ്ടായിരിക്കും. ക്യാമ്പിന്റെ പുറത്ത് ദൈവം ഇടപെടുക തന്നെ ചെയ്യും, അല്ലെ? ക്രോസ് ഓഫ് കാൽവരി ദൈവം ഇടപെടുക തന്നെ ചെയ്യും. എത്രമാത്രം മോശപ്പെട്ടവരാണെങ്കിൽ പോലും അവിടെ നമുക്ക് ജീവിതം കിട്ടുക തന്നെ ചെയ്യും. ഒരു ഗ്രേറ്റ് എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അവന്റെ ജീവൻ നമുക്ക് തരുക തന്നെ ചെയ്യും, കാരണം അവരാണ് ജീവിതം. അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അവന്റെ കഷ്ടപ്പാടിന് പാട്ടായിക്കൊണ്ട് ഈ ലോകത്തിന് ആകാതെ അവന്റെ അടുത്തേക്ക് ക്യാമ്പിന്റെ പുറത്ത് വരിക, പാളയത്തിന് പുറത്ത് വരിക എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ന്യൂ ജെറുസലേമിന്റെ പാട്ടായിട്ട് നമ്മളല്ലേ എന്താ പറയുക സിറ്റി, അതിനൊരു ഫൗണ്ടേഷൻ ഉള്ള സിറ്റിക്ക്, എബ്രഹാം കാത്തിരുന്ന പോലെ ആ ഫൗണ്ടേഷൻ ഉള്ള സിറ്റിക്ക് അതിന്റെ ബിൽഡറും ഡിസൈനറും ദൈവമായിരിക്കുന്ന സിറ്റിയുടെ പാട്ടാകാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്യാമ്പിന്റെ പുറത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാം, യേശുവിന്റെ അടുത്തേക്ക് പോകാം, അല്ലെ? അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവ്, അങ്ങനെ പോലെ ഒരു ദൈവമില്ല കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഫാദർ ഗോഡ്. അങ്ങയുടെ സ്നേഹത്തിലായിട്ട് ഒരുപാട് നന്ദി പറയുന്നു കർത്താവെ. കരഞ്ഞുള്ളവൻ അങ്ങ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഫാദർ ഗോഡ്. ഓ താങ്ക് യു സോ മച്ച് മാസ്റ്റർ കർത്താവെ. ഞങ്ങൾ പാപങ്ങളും കുറ്റങ്ങളും ചെയ്തു പോയിട്ടുണ്ട്, നമ്മൾക്ക് അപേക്ഷിക്കുന്നു കർത്താവെ. ക്രോസ് ഓഫ് കാൽവരി ആകട്ടെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ വിജയം. ഐ പ്രൈസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു സോ മച്ച്. കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിതത്തിലും കൃപയായിട്ട് കൂടെ ഉണ്ടായിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇന്ന് കേട്ട ദൈവത്തിന്റെ നാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ.